മഡ് വോൾക്കാനോ ഭാരതങ് ഐലൻഡിലുള്ളത് ആൻഡമാനിലെയാണ്. ഇത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇത് 2004 ഒന്ന് ബ്ലാസ്റ്റ് ചെയ്തായിരുന്നു. അതൊരു വലിയൊരു ബ്ലാസ്റ്റായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം, അതായത് ഒക്ടോബർ 25 2025 ഒക്ടോബർ 25 ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന മഡിൻ്റെ ഇതാണ് കാണുന്നത്. മഡ് വോൾക്കാനോ എന്നാണ് അറിയപ്പെടുന്നത്. ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇന്ത്യയിലുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ. അപ്പോൾ അതിനടുത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇത് ഭാരതങ് ഐലൻഡിലാണ്. ഈ ഭാരതങ് ഐലൻഡിൽ ഏകദേശം 8,000-ഓളം ആൾക്കാർ ഉണ്ട്, ജീവിക്കുന്നുണ്ട്. ഇവിടെ അതിൽ 60% പേര് ക്രിസ്ത്യൻ മതസ്ഥരാണ്. ബാക്കി 40% മറ്റ് ജാതി മതസ്ഥരുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം. മഡ് വോൾക്കാനോ. 2 अक्टूबर जी, ये 2 अक्टूबर को ये ब्लास्ट हुआ। ये पूरा जो एरिया में जो मट्टी जो दिख रहा है ना, हाँ, ये 2 अक्टूबर को निकला वाला है। ഈ ഒക്ടോബർ 2 2025 ഒക്ടോബർ 2000 वो पेड़ में जहाँ तक का मट्टी दिख रहा है ना, ആ മരങ്ങളിലും കാണുന്നത് तक का ये निकल रहा था। അത്രയും ആ മരത്തിൻ്റെ മുകളിൽ വരെ ഇതിൻ്റെ ചെളി തെറിച്ചു എന്നാണ് പറയുന്നത്. പറഞ്ഞു. और इस 3 जगह से अभी बबल्स आ रहा है। 3 സ്ഥലത്ത് നിന്ന് ബബിൾസ് വരുന്നുണ്ട് ഇപ്പോഴും. के अंदर जाके बना नहीं सकते हैं वीडियो, नहीं तो अंदर जाने देते थे। ഇപ്പം അതിൽ നിന്ന് ഇപ്പോഴും ലൈവാണ്. അതുകൊണ്ട് അകത്ത് പോയി വീഡിയോ എടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. अगल बगल का पेड़ पौधे देखिए, जो ब्लैक ब्लैक जो दिख रहा है, ये सब मीथेन गैस से डैमेज हो गया। ഈ അടുത്തുള്ള മരങ്ങളിൽ മുഴുവൻ ഇത് ഉണങ്ങി നിൽക്കുന്നതെല്ലാം ഇവിടുന്ന് ഒക്ടോബർ 2 कॉर्नर में 2025 നടന്ന ബ്ലാസ്റ്റിലാണ് ഇതെല്ലാം ഈ കരിഞ്ഞു പോയത്. ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങളിൽ മുഴുവൻ കരിഞ്ഞ പാട് കാണുന്നത്. ये ब्लैक ब्लैक स्टोन जो दिख रहा है, ये सब 2004 में ब्लास्ट होकर निकला वाला है। ഈ സ്റ്റോണെല്ലാം 2004 ബ്ലാസ്റ്റിൽ പുറത്തു വന്നതാണ്. അവിടെ സയൻറ്റിസ്റ്റിൻ്റെ ഓഫീസ് ഇതാണ്. സയൻറ്റിസ്റ്റിൻ്റെ ഓഫീസ്. ബ്ലാസ്റ്റ് നടക്കുന്നതിന് 5 മണിക്കൂറിന് മുമ്പേ അലാറം പറയും എന്നാണ് അറിയുന്നത്. ഇപ്പോഴും ഇത് ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് പോകാൻ വഴിയില്ല. അത് ഡേഞ്ചറസ് ആണ്. ഒക്ടോബർ 2 നടന്ന ബ്ലാസ്റ്റിന് ശേഷമാണ് ഈ നടപ്പാത ഇങ്ങനെ മൂടിപ്പോയത്. അല്ലെങ്കിൽ അങ്ങ് അതുവരെ പോയി ഇത് കാണിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പം ഇവിടുത്തെ ഗൈഡ് പറയുന്നത്. ഇപ്പോൾ ഈ നടപ്പാത മൂടിപ്പോയി. അത്രയും ചെളി നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഗ്യാസ് ഇവിടുന്ന് കളക്ട് ചെയ്തിരുന്നു. അതായത് 2004 ബ്ലാസ്റ്റിന് ശേഷം ഗ്യാസ് കളക്ടർ ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇവിടുന്ന് എടുത്ത് മാറ്റിയെന്നാണ് പറയുന്നത്. ഈ ഒക്ടോബർ 2 ബ്ലാസ്റ്റിന് ശേഷം. ഇതാണ് അതിൻ്റെ പൈപ്പ്. ഈ ബോർഡും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മോസ്റ്റ് ഓഫ് ദ വേൾഡ് മഡ് വോൾക്കാനോസ് ആർ അസോസിയേറ്റഡ് വിത്ത് potential hydrocarbon reserves. Naturally, their occurrence very often points to the probable surface hydrocarbon deposits. Their occurrence suggests a technically usable terrain, often a geological subjunction zone എന്നാണ് പറയുന്നത്. ഇവിടെ ഹൈഡ്രോകാർബൺ നിക്ഷേപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മഡ് വോൾക്കാനോസ് ഉള്ളിടത്ത് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹായ്. കാണാൻ പാകത്തിന് വേണം. ലൈറ്റ് കിടക്കുന്നുണ്ട് അതിനകത്ത്, ഫ്ലാഷ് ലൈറ്റ് കിടക്കും.